ഇട്ടോണ്ട് വരുന്നത് എന്താ ചുമപ്പിടാതെ വന്ന് പിന്നെ പ്രിൻസ് ബുക്ക്ഡാന്ന് കാണിക്കേണ്ടത്. പ്രിയക്ക് വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് എന്റെ വക അല്ല, അത് കഴിച്ചു നോക്കി സംഭവം എന്താന്ന്. കാലിക്കട്ട് ജനിച്ചു വളരേണ്ട ഒരാളായിരുന്നു അറിയോ. ആ ഇതിന് മാത്രല്ല മറ്റേ നല്ല മൊഞ്ചുണ്ട്. സമയമായിട്ടില്ല അല്ലേ? അത് പ്രിൻസിന്റെ കല്യാണത്തിന് ഞങ്ങള് റിവീൽ ചെയ്യാം. അത് ഒരു കൊല്ലം ഓടിക്കാനുള്ള എപ്പിസോഡ്. പ്രിയ ഹാപ്പി വാലന്റൈൻസ് ഡേ. ഞാൻ വാലന്റൈൻസ് ഡേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് റെഡിയാ. പൊളിക്കട്ടെ നമുക്ക്. എന്താ അതൊന്നും കുഴപ്പമില്ല. ഞാൻ ഇത് ഡൽഹിന്ന് വാങ്ങിക്കൊണ്ട് വന്ന വാലന്റൈൻസ് ഡേക്ക് വേണ്ടി. ഹാപ്പി വാലന്റൈൻ ഹാപ്പി വാലന്റൈൻസ് ഡേ. ഹാപ്പി വാലന്റൈൻസ് ഡേ. റെഡ് ആണോ? ഇത് പോരെ. ഞാൻ ഇതായിട്ടോണ്ട് വരുന്നത്. ചൂടല്ലേ? ഞാൻ ഇത്രയും ചൂടാന്ന് വിചാരിച്ചില്ല. എന്താ കാണിക്കുന്നത്? പാന്റിന്റെ ചുളുക്ക് നോക്ക്. പാന്റിന്റെ ക്വാളിറ്റി കണ്ടാ? അതൊക്കെ കൊള്ളാം. ടാഗ് പൊട്ടിച്ചിട്ടില്ല. വേണ്ട അല്ലേ? എന്താ ഇത്? യു ആർ ഗോയിങ് ഫോർ എനി ഡിസ്കോ ഓർ എനിത്തിങ്? ഡിസ്കോ അല്ല, ഐ മീൻ ഇതിപ്പോ വിന്ററിൽ പോകുന്ന പോലെ. വിന്ററിൽ പോകുന്ന പോലെ ഉണ്ട്. ഒന്നും അല്ല, വാലന്റൈൻസ് ഡേക്ക് ഇതൊന്നും അല്ല ഇടണ്ട. പൂക്കളുണ്ടെങ്കിൽ എനിക്കും ഉണ്ട് പൂക്കൾ. എനിക്കും ഉണ്ട് പൂക്കൾ. കണ്ടോ ഈ പൂക്കൾ? കണ്ടോ? അതാണ് നല്ലത്. ഈ ചൂടത്ത് ജാക്കറ്റ് ഇട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എപ്പോഴും ഞാൻ തേച്ചിട്ട് കൊണ്ടുവരണം പറയാം. പക്ഷെ അതുകൊണ്ടുണ്ടല്ലോ ഞാൻ ഇപ്പൊ അന്തൂരം പോലെ തന്നെയാണ്. ഞാൻ എവിടെ ട്രാവൽ ചെയ്താലും ഇതുപോലെ ഒരു ഹാൻഡ് ഗാർമെന്റ് സ്റ്റീമർ ഉണ്ട്. ഇതിപ്പോ അകാലമാണ്. ട്രാവൽ ചെയ്യുമ്പോഴാണ് അത്യാവശ്യം. ട്രാവൽ ചെയ്യുമ്പോൾ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ വീട്ടിലല്ലേ നമ്മുടെ കേർട്ടൻസ് ഒക്കെ ഒരു സ്മെല്ലാണെങ്കിൽ ക്ലീൻ ചെയ്യാനും, അതുപോലെ തന്നെ വേദൂര് സ്കൂളിൽ പോകുമ്പോൾ രാവിലെ വേഗം സ്റ്റീം ചെയ്ത് വിട്ടെങ്കിലും ഇത് നല്ലതാണ്. ഇതില് മെയിൻ തിങ് എന്ന് പറയുമോ, നമുക്ക് പ്യൂരിഫൈഡ് വെള്ളം ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇങ്ങനെ ഡിറ്റാച്ചബിൾ ആണ്, പ്രസ് ചെയ്ത് ഡിറ്റാച്ചബിൾ ആണ്. ഇതില് 250 ml പ്യൂരിഫൈഡ് വെള്ളമാണ് നിറയ്ക്കേണ്ടത്. ഇത് 45 സെക്കൻഡ്സിൽ ഹീറ്റ് ആവും. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. പക്ഷെ ഒറ്റ അടിക്ക് എത്ര കിട്ടും പറയും? 12 മിനിറ്റ് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. 12 മിനിറ്റ് നമുക്ക് അയൺ ചെയ്യാൻ പറ്റും. സ്റ്റീം ആണെങ്കിൽ സൂപ്പർ പവർഫുൾ ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇൻസ്റ്റന്റ് സ്റ്റീമാണ്. പെട്ടെന്ന് കാര്യം കഴിയും. ഇപ്പൊ ഞങ്ങളാണെങ്കിൽ വിഷമിരിക്കുവാണ്. ഇതിപ്പോ ഫുൾ ചുരുക്കല്ലേ, ജസ്റ്റ് ഒരു ഇങ്ങനെ അയൺ ചെയ്ത് കഴിയുമ്പോ സംഭവം നമുക്ക് ഈ സൈഡ് ആ സൈഡ് വെള്ളവും കൂടെ ചേർത്താ വരുന്നത്. ആ സൈഡ് ഈ സൈഡിലെ വ്യത്യാസം കണ്ടാ. സോ എനിക്ക് നിങ്ങൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ബിസി ആയിട്ടുള്ളവരാണെങ്കിൽ എപ്പോഴും ഒരു ഹാൻഡ് സ്റ്റീമർ വേണം. ഇതാണെങ്കിൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ്. 1 year വാറന്റി ഉണ്ട്. വലിയ റേറ്റും ഇല്ല. അപ്പൊ ആമസോണിൽ കിട്ടുക. നിങ്ങൾക്ക് ആമസോണിൽ ഓർഡർ ചെയ്യാം. എപ്പോഴും ഒരു ഹാൻഡ് ആയിട്ട് നമുക്ക് തേപ്പൊട്ടി ഉണ്ടെങ്കിലും ഇതുപോലത്തെ ഒരു ഹാൻഡ് ആയിട്ട് സ്റ്റീമർ എപ്പോഴും നല്ല. പിന്നെ ഡ്രസ് ഡാമേജ് ആവില്ല. മാത്രമല്ല സ്റ്റീം അയൺ ചെയ്യുന്നതാണ് നോർമൽ അയണിങ്ങിനെക്കാളും ബെറ്റർ. നമ്മുടെ ഷോപ്സിലൊക്കെ എപ്പോഴും സ്റ്റീം അയണിങ് ആണല്ലോ. അതിനിപ്പോ നമുക്ക് എക്സ്പെൻസീവ് ഫാബ്രിക് ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ബ്രഷും ഉണ്ട്. നമുക്ക് അറ്റാച്ച് ചെയ്യാം. എന്നിട്ട് അയൺ ചെയ്യാം. എങ്ങനത്തെ ഫാബ്രിക്സിനാ? ഇതിപ്പോ സൂട്ട്സ്, സിൽക്ക് സാരീസ് ഒക്കെ ഉണ്ടല്ലോ. അത് പിടിക്കാതിരിക്കാനാണ്. ഇതിന്റെ ക്ലീനിങ് പ്രോസസ് എളുപ്പമാണ്. ഇതിന്റെ വെള്ളം കളയുക, ഒന്ന് വൈപ്പ് ഡൗൺ ചെയ്യുക, ആറിയിട്ട് ചൂട് മാറിയിട്ട് യു ക്യാൻ യൂസ് ദ പ്രോഡക്റ്റ് അഗൈൻ. സമാധാനമായ ഇപ്പോഴാണ് കറക്റ്റ് എന്റെ വാലന്റൈൻ ആയത്. ഇത് പക്ഷെ ഞാൻ പ്ലാൻ ചെയ്തെടുത്തല്ല കേട്ടാ. ഇത് ഏറ്റവും അടിയിലിരുന്ന ഒരു ഡ്രസ് എടുത്ത് പാക്ക് ചെയ്ത് വെച്ചു. സത്യം പറയാലോ, നമ്മൾ രണ്ടുപേരും എവിടെ ട്രാവൽ ചെയ്യാൻ പോയാലും ഒരിക്കലും മാച്ചിങ് ഡ്രസ് എടുക്കാറില്ല. എക്സിബിഷൻ എടുക്കാറുണ്ട്. എക്സിബിഷൻ അല്ല, ട്രാവൽ ചെയ്യാൻ പോകും. ഞാൻ എന്ത് ഇട്ടിട്ട് വരുമ്പോഴാണ് ദില്ലു കാണുന്നത്, ദില്ലു എന്ത് ഇട്ടിട്ട് വരുമ്പോഴാണ് ഞാൻ കാണുന്നത്. പക്ഷെ എങ്ങനെയൊക്കെയോ ചില സമയത്ത് ഒന്നിച്ചു വരും അല്ലേ? അത് കോയിൻസിഡൻസ് അല്ലേ? അതെ, അപ്പൊ നന്നായിണ്ട്. ഇതാണ് സൂപ്പർ. പൂക്കളുള്ള ജാക്കറ്റ്. ഇത് നമ്മുടെ ഷോപ്പിലത്തെ അല്ലേ?
ഷോപ്പിലത്തെ ആണ്, പക്ഷെ 2 വർഷമായി ഇത് എടുത്തിട്ട്. വോൾട്ടൻസിന്റെ ആണെന്ന് തോന്നുന്നു. ഞാൻ ഇട്ടിരിക്കുന്ന വോൾട്ടൻസിന്റെ ആണ്. ഇതിപ്പോ ചുളുക്കൊന്നുമില്ലല്ലോ. ഇല്ല ഇപ്പൊ സൂപ്പറായി, ഇപ്പൊ അന്തുവായി. നമ്മുടെ ഫസ്റ്റ് വാലന്റൈൻസ് ഡേ ഇൻ കാലിക്കറ്റ് അല്ലേ, അതൊരു സ്പെഷ്യാലിറ്റി ആയി. ഇത് എന്തായാലും കൊച്ചി ആയിരിക്കുമല്ലോ മിക്കവാറും. ഇത് നമ്മള് പ്രതീക്ഷ അല്ല, പക്ഷെ കറക്റ്റ് ആയിട്ട് നല്ല സ്ഥലത്ത് തന്നെ എത്തി. ഹാപ്പി വാലന്റൈൻസ് ഡേ. ഞങ്ങളിടും. എന്താ ചുമപ്പിടാന്ന് വന്നേ? പിന്നെ പ്രിൻസ് ബുക്ഡാന്ന് കാണിക്കേണ്ടത്, ബുക്ഡാന്ന് കാണിക്കുന്നവരാണ് റെഡ് ഇടേണ്ടത്. ചേച്ചി പറഞ്ഞത് എന്ത്? അതുകൊണ്ടാണ് ഓ റെഡ് ഇടണ്ട. ഞാൻ തിരിച്ചിട്ട് റെഡ് ഷർട്ട് എടുത്ത് തരാം. ഞാൻ വേണമെങ്കിൽ ഒരു പോസ്റ്റ് ഇടാം, ഞങ്ങളുടെ അനിയൻ ഒരു വാലന്റൈൻസ് ഡേക്ക് ഫ്രീ ക്യൂ നിൽക്കും. വേണോ? ആരും മെസ്സേജ് നിൽക്കണ്ട, ആള് ബുക്ക്ഡ് ആണ്. ഈ വർഷം ലോക്ക്ഡൗൺ ആവും. ഗൈസ്, അപ്പൊ ഞങ്ങൾ വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ അല്ല ശരിക്കും കാലിക്കട്ട് വന്നത്, നമ്മുടെ എക്സിബിഷൻ അനൗൺസ് ചെയ്യാണ്. അത് അടുത്തൊരു വ്ളോഗിൽ പറയും. ഇന്ന് സെലിബ്രേഷൻ ഓഫ് ലവ് അല്ലേ. സോ എന്തായാലും ഞങ്ങൾ വി ജസ്റ്റ് വോണ്ട് ടു എൻജോയ് കാലിക്കറ്റ്. ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങോട്ട് എനിക്കൊരു ഭയങ്കര കാര്യം പറയാനുണ്ട്. ഞാൻ ബ്ലോഗിന്റെ അവസാനം പറയാം. അതും മതി, എനിക്ക് അതിനെക്കാട്ടി വലിയൊരു വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ഉണ്ട്. അത് കാലിക്കട്ട് എനിക്ക് തന്ന ഒരു വാലന്റൈൻസ് ഗിഫ്റ്റാണ്. സോ ഞങ്ങളിപ്പോൾ ഷെഫ്പിള്ളേ വന്നിട്ടുണ്ട്. ഇവിടെ ആക്ച്വലി മിക്സഡ് ഒപ്പീനിയനാണ് പറയുന്നത്, ബട്ട് ഐ വോണ്ട് ടു ട്രൈ. കാരണം മെനു നോക്കിയപ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് അല്ല ഓൺലൈനിൽ. എന്തൊരു ബ്യൂട്ടിഫുൾ ആംബിയൻസ് ഇത്. വാലന്റൈൻസ് ഡേക്ക് പറ്റിയ സ്ഥലം. ഭയങ്കര ബ്യൂട്ടിഫുൾ റെസ്റ്റോറൻ്റ് ആണ്. മെനു ഒന്നും അത്രയും എക്സ്പെൻസീവ് ആയി തോന്നില്ല. ഇത്രയും ഒരു ആംബിയൻസിന് ഈ ഒരു ലൊക്കേഷനിൽ സ്പെഷ്യൽ നോൺ വെജ് താലി മീൽസ് ഒക്കെ ഒരു 360 റുപ്പീസേ ഉള്ളേ. നമുക്ക് സ്റ്റാർട്ടർ എന്തെങ്കിലും സ്പെഷ്യൽ പറഞ്ഞാലോ? വാലന്റൈൻസ് ഡേ അല്ലേ? ഇവിടെ വഴക്കടിച്ചിട്ടിരിക്കുക മീൽസ് ഇല്ലാന്ന് പറഞ്ഞിട്ട്. ദേഷ്യം വന്ന് പറഞ്ഞു. ഇന്നലെ നമ്മള് വന്ന ആദ്യം, അപ്പൊ പിന്നെ നമ്മുടെ തെറ്റാണ്, നമ്മള് ലേറ്റ് ആയി. അപ്പൊ അവര് പറഞ്ഞു നാളെ വിളിച്ചു പറയാം മീൽസ് ഇല്ലാന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ കൊതിയായിട്ട് വരെയായിരുന്നു, വിശന്നിട്ട്. അപ്പൊ പറഞ്ഞു ബിരിയാണി ഉണ്ടോ? അതും ഇല്ല, തീർന്നു പോയി. അപ്പൊ ഞാൻ പറഞ്ഞു ശരി എന്നാ നാളെ വരാം. അപ്പൊ അവര് പറഞ്ഞു ഞാൻ ഫോൺ നമ്പർ തരാം, വിളിച്ചു പറഞ്ഞാൽ മതി, വിളിച്ചു പറഞ്ഞാൽ ഞങ്ങൾ എടുത്തു വെച്ചേക്കാന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോ അവര് പറഞ്ഞു വന്നാൽ മതി മാഡം, എല്ലാം ഉണ്ടെന്ന്. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ പറയണ മീൽസ് ഇല്ലാന്ന്. ഞാൻ വിടുവോ? നമ്മൾ ഉള്ളത് എടുക്കാം, എനിക്ക് മീൽസ് തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പ്രിയക്ക് വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് എന്റെ വക അല്ല, അത് കഴിച്ചു നോക്കി സംഭവം എന്താന്ന്. ഹാപ്പി വാലന്റൈൻസ് ഡേ. നോക്ക്, അല്ല വെറുതെ എടുത്ത് കഴിക്കാൻ. അത് മിക്സ് ചെയ്യണം. ഞാൻ അടിയിൽ എന്താ നോക്കുക, മിക്സ് ചെയ്ത് കഴിക്ക്. കഴിച്ചു നോക്ക്. ഇതാ ഹാപ്പി വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞുകൊണ്ട്. എന്താ മനസ്സിലായില്ലേ? പഴംപൊരി ചാട്ട്, ഷെഫ് പിള്ളേഴ്സ് പഴംപൊരി ചാട്ട്. എന്താ കണ്ടാ, അതാ പറഞ്ഞത്. മീൽസും ഇനിയിപ്പോ ഡെസേർട്ട് കൊണ്ടുവന്ന് നോക്കിക്കേ. എന്താ പൊളിക്കണ്ട വാലന്റൈൻസ് ഡേ? അടുത്ത വാലന്റൈൻസ് ഡേ ഉണ്ടല്ലോ, പ്രിൻസിന്റെ മേത്ത് ഒരു ക്യാമറ വെച്ചു അതൊരു വ്ളോഗ് കിട്ടും. പഴംപുരി ചാട്ട് കേട്ടാ, എങ്ങനെയുണ്ട് സാധനം? സൂപ്പർ ആയിട്ട് ട്രൈ ചെയ്യാട്ടോ നമുക്ക്. തുടങ്ങി. ഇനി അടുത്ത് നമുക്ക് വീട്ടിൽ ഞാൻ ഇത് ഉണ്ടാക്കി തരാം. ഭയങ്കര നല്ല പ്ലേറ്റിങ്ങും കട്ട്ലറീസും, പക്ഷെ റേറ്റ് ഭയങ്കര അഫോർഡബിൾ. ഈ ഒരു ക്വാളിറ്റിക്ക് ഇതിനൊക്കെ 150 രൂപയുള്ളൂ സ്റ്റാർട്ടർ. കോമ്പിനേഷൻ മിക്സ്ചറിന്റെ കൂടെ പഴംപൊരി ഇട്ട് കുറച്ച് ആ ചാട്ടിന്റെ മസാല ഇട്ട് കുറച്ച് ടാങ്കി സോസും ഇട്ടിട്ടുള്ള ഒരു സംഭവം ഇത് ഉണ്ടോ? അത് മതി. അടുത്ത വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ സാധനം കഴിച്ചു നോക്ക്. ഇത് കണ്ടിട്ട് തന്നെ എന്തൊരു ആപ്പറ്റൈസിങ് ആട്ടാ. അത് പേരൊന്നാണ്, കഴിച്ചു നോക്കാം ആദ്യമേ. സ്മെല്ലില്ലേ? ആ മസാലയുടെയും മീനിന്റെയും മണം കിട്ടുന്നുണ്ട്. ആ കഴിക്ക്. ഇതൊക്കെയാണ് നമ്മുടെ വാലന്റൈൻസ് ഡേ.
ഫുഡടിയോടെ ഫുഡടി. വാലന്റൈൻസ് ഡേ ആവണമെന്നൊന്നുമില്ല അതിന്. നമുക്ക് എപ്പോഴും വാലന്റൈൻസ് ഡേ. ഇത് കണ്ടിട്ട് ഇത് വേനാടൻ പാൽക്കൊഞ്ചാണ്. ലുക്ക് സോ ഗുഡ് നോ. ഓ ആ ചൂട് ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റോ ആണോ? പിള്ളസാറ് പുളിയാണോ? പിന്നില്ല, സൂപ്പറാണ് സാർ. നോക്കട്ടെ. വേനാടൻ പാൽക്കൊഞ്ചാണ്. ഓക്കെ, ഇതില് കുറച്ച് ഇതുപോലത്തെ എന്തൊക്കെയോ മുകളില് അതിൻ്റെ തരിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഓ എൻ്റെ അമ്മോ, ക്രീമിയാണ്. ഉണക്കച്ചെമ്മീൻ്റെ ടേസ്റ്റ് കിട്ടുന്നുണ്ടോ? ആ കറി എന്താണ്? അതെനിക്ക് ഇത് തേങ്ങല്ല, നമ്മുടെ ഒരു മീനിന്റെ പൊടിയാണ്. ഉണക്കച്ചെമ്മീൻ്റെയാ? ഉണക്ക മീനിന്റെ പൊടിയാണ്. ഉണക്ക മീനല്ല, ഉണക്കച്ചെമ്മീനില് എനിക്കത് ചെമ്മീന്റെ മുകളിൽ ഉണക്കച്ചെമ്മീൻ പൊടി ഇട്ടിരിക്കുന്നു. ഭയങ്കര ടേസ്റ്റ് കേട്ടോ. എന്തൊരു ക്രീമിയാ. ഒരു മീനിന്റെ ഫ്ലേവർ ആയിട്ടാണ്. ആ ചെമ്മീൻ, ഉണക്ക ചെമ്മീന്റെ ഫ്ലേവറാ. ഓ, ചെമ്മീൻ ലവേഴ്സിന്റെ പാരഡൈസ് ആയി സംഭവം. നിങ്ങൾ ചെമ്മീൻ ലവേഴ്സ് ആണെങ്കിൽ ഇത് ഓർഡർ ചെയ്യാം കേട്ടോ. ഇറ്റ് ലുക്ക് സോ ഗുഡ് ആൻഡ് ഡെലിഷ്യസ്. അതൊക്കെ ആവായിരുന്നു. എന്താണ് ഫൈൻ ഡൈനിങ്ങിലൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. ഒരെണ്ണം കൂടെ ഓർഡർ ചെയ്യാം, തീർന്നില്ലേ? അതെ, ഇതപ്പോ എന്തായാലും പുളി സാധനമാണ്. ഇത് ഇവരുടെ സ്പെഷ്യൽ താലി മീൽസ് ആണ്. പക്ഷെ സ്പെഷ്യൽ ഐറ്റംസ് വന്നിട്ടില്ല. എന്നിട്ട് തന്നെയുണ്ട് ഇത്ര ഐറ്റംസ്. അവിയൽ മനസ്സിലായി എനിക്ക്, ബീട്രൂട്ടിന്റെ ഒരെണ്ണം മനസ്സിലായി, മീൻകറി ഉണ്ടെന്ന് മനസ്സിലായി. എവിടെ? മീൻകറി ഉണ്ട്, സാമ്പാറുണ്ട്, ഇത് ചമ്മന്തി ഉണ്ട്. എന്ത് രസവും ചമ്മന്തിയാണ്. പായസം ഉണ്ട്. അത് ഡെസേർട്ട് കഴിക്കാൻ പോകണം, അതുകൊണ്ട് കുറച്ച് കഴിച്ചാൽ മതി. ഓക്കെ. പിന്നെ മോരും ഉണ്ട്. സ്പെഷ്യൽ ഐറ്റംസ് വരുന്നുണ്ട്. സ്പെഷ്യൽസ് എന്ന് പറയുന്നത് ബീഫ്, കൂന്തല്, ചിക്കൻ. വാലന്റൈൻസ് ഡേ ആയിട്ടില്ല, അപ്പൊ ശരിക്കും കൂന്തലല്ല, പക്ഷെ നത്തോലിയാണ്. പക്ഷെ നത്തോലി കഴിഞ്ഞതുകൊണ്ട് അവർ നമുക്ക് കൂന്തൽ വന്നാൽ ഇതെനിക്ക് പ്രിയയുടെയും കഴിക്കാം, കാരണം നല്ല എരിവുണ്ട്, പക്ഷെ ഭയങ്കര ടേസ്റ്റ്. നല്ല പച്ചമുളക് ഇട്ട കാന്താരി ഒക്കെ ഇട്ട, പച്ചമുളകും കാന്താരി മിക്സ് ചെയ്ത് കൂന്തലെന്ന് തോന്നുന്നു. എൻ്റെ അമ്മ ഭയങ്കര എരിവുണ്ട്, അടിപൊളി. ആൻഡ് ഇവരുടെ ബീഫ്. ഇത് ഹാപ്പി വാലന്റൈൻസ് ചെയ്യാൻ പ്രിയ, ശരിക്കും ഹാപ്പി വാലന്റൈൻസ് ചെയ്യാം. ഇങ്ങോട്ട് കാലിക്കട്ട് വന്നാൽ മതി വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ. വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്ന ബീഫ് കറിയുടെ ടേസ്റ്റ് വേറെ ഒരു റെസ്റ്റോറൻറ്റ് ടേസ്റ്റോ ഒന്നുമില്ല. വളരെ സിമ്പിൾ ഹോം മെയ്ഡ് ആയിട്ടുള്ള സാധാരണ നമ്മുടെ ഗരം മസാല, മുളക് പൊടി, മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടുള്ള ബീഫ് ഫ്രൈ, ബീഫ് റോസ്റ്റ്, അടിപൊളി. ഇനി കൊതിപ്പിക്കൽ ടൈമായ ആദ്യമേ നല്ല ചൂട് ചോറ് ഒന്ന് പൊട്ടിക്കുക, എന്നിട്ട് മീൻകറി ഒഴിക്കുക. കണ്ട മീൻകറിയുടെ ഷൈൻ കണ്ട? ഞാൻ മീൻകറിയാണ്. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക, കുറച്ച് നല്ല ചമ്മന്തി എടുക്കുക, അതും വെക്കുക, കുറച്ച് പപ്പടം എടുക്കുക. ഓ, എന്തൊരു കൊതിയാവും ആൾക്കാർക്കൊക്കെ. നാളെ ഇത് ലഞ്ച് ടൈമിന് മുമ്പേ നിങ്ങൾ കാണുക, അപ്പോൾ കുറച്ച് വിശപ്പ് കൂടും. ഇതെല്ലാം വെച്ച് അതെ, പിന്നെ ഒരു പൊരിച്ച കോഴി എടുക്കുക, അതെ, ഇതെല്ലാം കൂടെ വെച്ച് ഹാപ്പി വാലന്റൈൻസ് ഡേ. അമ്പോ, എന്ത് ഫ്ലേവറാന്നൊന്നുമില്ല, എല്ലാത്തിൻ്റെയും നല്ല ഫ്ലേവറുണ്ട്. ചിക്കൻ ഫ്രൈ ഭയങ്കര ടേസ്റ്റ് അല്ലേ? BDF പോലത്തെ ഒരു ചിക്കൻ ഫ്രൈ. ചമ്മന്തിയോ ഭയങ്കര ടേസ്റ്റ്, മീൻകറി നല്ല ടേസ്റ്റ്. വെറുതെ അല്ല ചരക്കും, ഒട്ടും ഹൈപ്പല്ല കേട്ടോ ഷെഫ് പിള്ളയുടെ. കാലിക്കറ്റിന് ഈ റെസ്റ്റോറൻറ്റ് ഇറ്റ് ഇസ് മസ്റ്റ് വിസിറ്റ് വെൻ യു കം ടു കാലിക്കറ്റ്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഓ, ഉണ്ട് സാമ്പാർ, ബീഫ് എല്ലാം കൂടെ വെച്ച് കുറച്ച് പപ്പടം, ഇതിൻ്റെ കൂടെ ചമ്മന്തി എന്തായാലും വേണം, ചമ്മന്തിയും കൂടെ വെക്കുക. സാമ്പാറും ഭയങ്കര ടേസ്റ്റ് കേട്ടോ. കറക്റ്റാ, സാമ്പാറിന്റെ എക്സ്പേർട്ടാണ് ജഡ്ജ് ചെയ്യാൻ. അതിന്റെ കഴിഞ്ഞിട്ട് ഒരു കാന്താരി വളവ്, കാന്താരി എന്താ പറയണേ, കൊണ്ടാട്ടം
കടിക്കാം. വാലന്റൈൻസ് ഡേ തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും വയറ് കറഞ്ഞു മനസ്സും. അല്ല, നമ്മള് മീൽസ് മീലായിരുന്നു. ഒന്നും പറയാതിരിക്കാൻ വയ്യ. ഞാൻ എരിവ് കാരണം കുറച്ച് പായസം കഴിക്കാം, പക്ഷെ ഡെസേർട്ട് കഴിക്കാൻ നമ്മൾ ഒരു ട്രെൻഡിങ് സ്ഥലത്താ പോകുന്നത്. പ്രിയ, ഡെസേർട്ട് ഞാൻ കാര്യമായിട്ട് പറയാം, ട്രെൻഡിങ് സ്ഥലത്താ പോകുന്നത് കേട്ടോ. രണ്ടും വേണം. ഷെഫ് പിള്ളേ മസ്റ്റ് ട്രൈ ആണ്, അടിപൊളി സംഭവമാണ്. നിർവ്വാണം ഞാൻ ട്രൈ ചെയ്തില്ല, പക്ഷെ ഞങ്ങൾ കഴിച്ച താലി മീൽസും ആ പാൽക്കൊഞ്ചും ആ മിക്സ്ചറിന്റെ ചാട്ടും അടിപൊളിയായിരുന്നു. പിന്നെ ഇത് വരുന്നത് നമ്മുടെ എക്സിബിഷൻ നടക്കുവാണ് ഓഗസ്റ്റ് 15th and 16th കാലിക്കറ്റിൽ. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നാളെ പറയാം. പക്ഷെ നിങ്ങൾ എക്സിബിഷൻ വരുവാണെങ്കിൽ നമ്മുടെ ഫുഡൊക്കെ നല്ല കിടലം ഫുഡായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒന്ന് വന്ന് എന്തായാലും ട്രൈ ചെയ്യുക. നിങ്ങൾ എക്സിബിഷന് വരുവാണെങ്കിൽ ഒരു കാര്യം പറയട്ടെ, 2 ദിവസത്തേക്ക് വന്നേ കാലിക്കറ്റ് എൻജോയ് ചെയ്യാം. എന്തായാലും 15ാം തീയതി 16ാം തീയതി അവധിയാണ്. അപ്പോൾ എല്ലാവർക്കും അവധിയായിരിക്കുമല്ലോ. വന്ന് കാലിക്കറ്റ് എൻജോയ് ചെയ്ത് വലിയ ചൂടും ഇല്ലാത്ത ടൈമായിരിക്കും. നമ്മുടെ എക്സിബിഷനും കൂടി നല്ല ഭക്ഷണമൊക്കെ കഴിച്ചു പോകാമല്ലോ. അപ്പോൾ ഓൾറെഡി ഡേറ്റ് മാർക്ക് ചെയ്ത് വെച്ചോ. ഇനി ഒരു വൈറൽ സ്ഥലം, ഇത് ഹൈപ്പാണോ എന്ന് എനിക്ക് ഭയങ്കര ഒരു ഡൗട്ട് ഉണ്ട്. പക്ഷെ അത്രയും വൈറലായിട്ട് ഒരു സ്ഥലം കണ്ടിട്ട് നമ്മൾ ഇവിടെ പോയി ട്രൈ ചെയ്യേണ്ട. അതും ഡെസേർട്ട് സ്ഥലമാണ്. ഡെസേർട്ട് സ്റ്റോം എന്നാണ് പേര്. അവിടെ കുറേ പുതിയ ഡെസേർട്ട്സ് വന്നിട്ടുണ്ട്. ഭയങ്കര ഫാൻസി സംഭവമാണ്, ലൈക്ക് പ്രസന്റേഷൻ വൈസ് ഒക്കെ. എന്തായാലും ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇവിടുന്ന് അടുത്താണ്. ഭയങ്കര ചൂട് കാലിക്കട്ട്, 34 ഡിഗ്രി ഫെബ്രുവരിയിൽ. വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വരാമെന്ന് വിചാരിച്ചു. ഒന്ന് സ്റ്റാർബക്സിൽ. കാലിക്കറ്റ് ബീച്ച് വരാതെ വേറെ ഒരു എന്താ പറയുക, ഒരു കാലിക്കറ്റ് വിസിറ്റ് ഇല്ലല്ലോ. ഇവിടെ ഇന്ന് 25% ഓഫും ഉണ്ട്. അപ്പോൾ പിന്നെ കോഫിയും കുടിക്കാം, ഒരു ഡെസേർട്ടും കഴിക്കാം. പിന്നെ നമുക്ക് രാത്രി ബാക്കിയുള്ള സെറ്റപ്പുള്ള റൊമാൻറ്റിക് ഡിന്നറിനൊക്കെ രാത്രിയിലേക്കും പോവാം. വേണ്ടേ? എല്ലാം ഫുൾ ഡേ ഗിഫ്റ്റാ. പിന്നെന്താ ആ സീക്രട്ട് പറ വെളിയില്. സമയമായിട്ടില്ല അല്ലേ? അത് പ്രിൻസിന്റെ കല്യാണത്തിന് ഞങ്ങള് റിവീൽ ചെയ്യാം. അത് ഒരു കൊല്ലം ഓടിക്കാനുള്ള എപ്പിസോഡ് ആയിരിക്കും. ഓ, ബീച്ചില് എന്തോ ഭയങ്കര വാലന്റൈൻസ് ഡേ ഇവന്റ്സ് ഒക്കെ എന്തോ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പാർട്ടിസിപ്പേറ്റീവ് ആണെങ്കിൽ ബൊക്കെ കിട്ടിയാന്. പക്ഷെ പ്രിയ വരില്ല, പ്രിയക്ക് വൈബൊന്നും ഇല്ല ഇങ്ങനത്തെ ഒരു ഇവന്റ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട്. പ്രിയ വെളിയിൽ പോയി വാലന്റൈൻസ് ഡേക്ക് കോമ്പറ്റീഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ബൊക്കെ കിട്ടും. എന്താന്നറിയില്ല, ഭക്ഷണമല്ല ബൊക്കെ കിട്ടും. ബൊക്കെ അതെന്താന്നറിയില്ല. അവിടെ കോണ്ടസ്റ്റ് നടക്കുക. അവിടെ പോയി ജയിച്ചാ പോരെ? ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യം എന്തിനാ വാങ്ങിത്തരാം? ഞാൻ എന്തായാലും ജയിക്കും. ഇത് വേണം, പാർട്ട്ണർ വേണം. അതറിയില്ല. ഇനി എടുത്തോണ്ട് പൊക്കാമലാണെങ്കിലോ? പൊക്കാമലാണെങ്കിൽ തീർന്ന്. പ്രിൻസിനും പ്രിയക്കും ഇന്നത്തെ കോഫിയിൽ ഞാൻ എന്താ ചെയ്തിരിക്കുന്നതെന്ന് അറിയോ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇതെന്റെയാ, എന്റെ ബ്ലാക്കാ, നിങ്ങളുടെ രണ്ടുപേരുടെ. ഇവിടെ ഇപ്പം പ്രോട്ടീൻ കോഫി ഉണ്ട്. അതില് നമുക്ക് പ്രോട്ടീൻ ആഡ് ചെയ്യാം. നിങ്ങളുടെ രണ്ടുപേരുടെയും ഈ പ്രോട്ടീൻ ബനാന ഫ്ലേവർ ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഈ ഫോമില്ലേ, ഈ ഫോമിലാണ് പ്രോട്ടീൻ. കോഫിയിൽ മിക്സ് അല്ല, ഈ ഫോം പ്രോട്ടീനാ. മിക്സ് ചെയ്യണമെന്നില്ല, എങ്ങനെ വേണമെങ്കിലും കുടിക്കാം. പക്ഷെ ഈ ഫോം പ്രോട്ടീനാ. ഈ ഫോമിൽ മാത്രം 11 grams ഉണ്ട്, പ്ലസ് പാലിന്റെ ഒരു 5 grams. സോ അറൌണ്ട് 17 grams പ്രോട്ടീൻ ആണ് ഈ ഒരു മീഡിയം സൈസ് ഗ്ലാസ്സിൽ. പ്രോട്ടീൻ കോഫി സ്റ്റാർബക്സിന്റെ പുതിയതാ. നമുക്ക് ഏത് കോഫിയുടെ കൂടെ വേണമെങ്കിലും 3 ഫ്ലേവേഴ്സ് ഉണ്ട് ഇവർക്ക്. ഫോമാ, ബനാന, ചോക്ലേറ്റ്, വേറെ എന്തോ. ഇത് കാരമൽ, ബനാന, ഫ്രാപ്പച്ചിനോ, പ്രോട്ടീൻ കോഫി. എന്തൊരു വലിയ പേരാ. പ്രോട്ടീൻ ഡ്രിങ്ക് പോലെ, പക്ഷെ കോഫി ഫ്ലേവർ. ഹാപ്പിയായി, പ്രിൻസ് ഹാപ്പിയായി. പ്രോട്ടീൻ കുറവെന്ന് പറഞ്ഞ് നടക്കുമായിരുന്നു. ടേസ്റ്റും ഉണ്ടോ? ഓ, വാലന്റൈൻസ് ഡേ നിങ്ങളുടെ രണ്ടുപേരുടെയും ഭാഗ്യം ഞാൻ കൂടെ ഉള്ളത്. എടുക്ക്. വാലന്റൈൻസ് ഡേ ആയിട്ട് എത്ര ചുമപ്പാൻ നോക്ക്. കംപ്ലീറ്റ് ഒരു ചുമപ്പ് മയം. അവിടെ പാട്ടും കോണ്ടസ്റ്റും വൈബും. കൊച്ചിയിൽ ഇത്ര ഇല്ലല്ലോ വാലന്റൈൻസ് ഡേ. കൊച്ചിയിൽ ലവ് ഇല്ല. ഇവരെ പോലത്തെ ആൾക്കാരെ മൊത്തം. ഞങ്ങളെ പോലത്തെ ആൾക്കാരൊക്കെയാണ് കാലിക്കട്ട്. ഞാൻ കാലിക്കട്ട് ജനിച്ചു വളരേണ്ട ഒരാളായിരുന്നു, അറിയോ? ഇതിന് മാത്രല്ല, മറ്റേ നല്ല മൊഞ്ചുണ്ട്.
എന്തോന്ന് കൊഞ്ച് കൊഞ്ച് നല്ല മൊഞ്ചുണ്ട്, സ്നേഹിക്കാൻ വലിയ ഹൃദയമുണ്ട്. മൊഞ്ചില്ലാത്ത ആരുമില്ല കേട്ടോ, മാത്രം മൊഞ്ചുള്ള അല്ല, മൊഞ്ചുള്ളവരൊക്കെ കാലിക്കട്ട ജനിക്കേണ്ടത്. ഞാനും കാലിക്കട്ടാണ്. അയ്യോ മാറ്റിയ ഓടും എല്ലാരും ചുറ്റുമുള്ളവര്. ഈ വാലന്റൈൻസ് ഡേ അടുത്ത വർഷം ചോദിക്കരുത് എവിടെയായിരുന്നു എന്ന്, ഒരിക്കലും മറക്കില്ലല്ലോ. കാലിക്കട്ടായിരുന്നു. ആൻഡ് ഇനി ഞങ്ങൾക്ക് കുറച്ചു നേരം ഇവിടെയൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് ആ കടൽ കാറ്റൊക്കെ കൊണ്ട് കപ്പലണ്ടിയൊക്കെ കഴിച്ച് ഒന്ന് നടന്നിട്ട് വേണം അടുത്ത ഫുഡ് കഴിക്കാൻ. അതെ, എന്നാലല്ലേ ദഹിക്കുള്ളൂ. അല്ലാതെ ഇത് നമുക്ക് ഇത് ആസ്വദിക്കാനല്ല, ദഹിക്കാൻ വേണ്ടി നടക്കുക. വാലന്റൈൻസ് ഡേക്ക് ഒരു ബ്രേക്ക് കൊടുക്കാൻ ഞങ്ങൾ തിരിച്ച് റൂമിൽ വന്നിരിക്കുകയാണ്. നമ്മള് അരമണിക്കൂറേ ഉള്ളു കേട്ടോ ബ്രേക്ക്. അതിന് അടുത്ത ഫുഡിന് പോകണം. ഇതിപ്പോ ഞങ്ങൾ റാവിസിലാണ് താമസിക്കുന്നത്. നല്ല റൂമാണ്, ഭയങ്കര വലിയ റൂം അല്ലേ. റൂം കാണിച്ചു കൊടുക്കാം. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും കിട്ടാനുണ്ടല്ലോ, നേരണം അമ്പലത്തിൽ പോയി. ഇത് ഞാൻ തന്നതാ. ഇത് തന്ന എനിക്കാരും പൈസ പിന്നെ കിട്ടില്ല കേട്ടാ. ഇതാണ് ഞങ്ങളുടെ റാവിസിലെ റൂം. ബേസിക് റൂമാണ്, പക്ഷെ എന്നിട്ടും ഇറ്റ് ഇസ് സോ സ്പേഷ്യസ്. ഇവിടെ ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ലഗേജ് ഒക്കെ വെക്കാനുള്ള സ്ഥലവും വലിയ വാർഡ്രോബ്സും വലിയൊരു മിററൊക്കെ ഉണ്ട്. ബ്രേക്ക് വലിയ മിറർ പറയാൻ വയ്യ, കാരണം അത്രയധികം ഫുഡുണ്ട്. അതുകൊണ്ട് റെസ്റ്റ് ചെയ്യാൻ കൊടുത്തിരിക്കുക. പിന്നെ ഇത് നമ്മുടെ ബാത്റൂം എന്തൊരു വലുതാന്ന് നോക്ക്. ഞാൻ ഈ അടുത്തിടയ്ക്കൊന്നും ബേസിക് റൂം ഇത്രയും വലുത് കണ്ടിട്ടില്ല. ഇറ്റ്സ് സോ ഹ്യൂജ്, സോ ബിഗ് ആൻഡ് നല്ല കംഫർട്ടബിൾ, നല്ല ക്ലീൻ. പക്ഷേ ഒരു 5 സ്റ്റാർ ഹോട്ടലിൻ്റെ ലുക്കില്ല. ലോബിയൊക്കെ താജിന് അതുണ്ട്. ഇതും താജുവിലുള്ള ഒരു നല്ല ഓപ്ഷൻ ഇപ്പോൾ കാലിക്കറ്റിൽ. നല്ല ബിഗ് ബെഡ്സും ഇതുപോലത്തെ സിറ്റിംഗ് ഏരിയയും ടിവിയും എല്ലാം ഉണ്ട്. ഇതൊരു കണക്റ്റിംഗ് റൂമാണ്. ആൻഡ് എനിക്ക് തോന്നുന്നു ഇതും താജും, ഇത് രണ്ടുമാണ് നല്ല ഓപ്ഷൻസ് കാലിക്കറ്റ് താമസിക്കാനുള്ളത്. ആൻഡ് ഇനി കുറച്ച് നേരം ഇരുന്നിട്ട് നേരെ അടുത്ത പരിപാടി. എന്താ അടുത്ത പരിപാടി? അതെ. അങ്ങനെ വാലന്റൈൻസ് ഡേ ഡിന്നർ കഴിക്കായിട്ട് ഞാൻ ലാറ്റിൻ സ്ട്രീറ്റിലാണ്. കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോൾ ഒരു ബീഫിൻ്റെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു, അത് കഴിച്ച് പിന്നെ ഇവിടുത്തെ ഒരു ഭയങ്കര ഫാനായിട്ടാണ്. ഇപ്പം അതുണ്ടോയെന്ന് അറിയില്ല, അന്നൊരു ലിമിറ്റഡ് എഡീഷൻ ആയിരുന്നു. പക്ഷേ ഇവിടുത്തെ എനിക്കൊന്ന് ബീഫും സംഭവങ്ങളൊക്കെ നല്ലതാണെന്ന് തോന്നുന്നു. പക്ഷെ അത്രയും പോപ്പുലറും അല്ലാന്ന് തോന്നുന്നു ഇത്. പക്ഷേ ഗൂഗിളിലൊന്നും അങ്ങനെ ഭയങ്കര റിവ്യൂസ് ഒന്നും ഇല്ല. ഓർമ്മയുണ്ടോ വന്ന്? വേറെ എവിടെയും കാണാത്തൊരു ഐറ്റം ടങ്ക് വേണോ? നോക്കട്ടെ, ആ ബീഫിന്റെ എന്തെങ്കിലും എന്തായാലും ഓർഡർ ചെയ്യണം. ഇവിടെ എന്താ ടെൻഡർ വന്ന് ബീഫ് റിബ്സ്. ഇന്ന് വാലന്റൈൻസ് ഡേക്ക് സാധാരണ നമ്മൾ കഴിച്ച ഫുഡ് ഓർക്കാറില്ല, ഇത്തവണ ഓർക്കും. ചെപ്പിള്ളയും ഇത് ബീഫ് റിബ്സും. നമുക്ക് ജ്യൂസ് വരുന്ന അടിപൊളി. ഓക്കെ, 12 hours അല്ലേ? സെറ്റല്ലേ? ഇത് ബീഫും ആ ഫാറ്റും ബട്ടറും എല്ലാം കൂടെ വന്ന് ആ മാഷ് പൊട്ടേറ്റോസും കൂടെ എടുത്ത് ഇതിൽ സോസസ് ഉണ്ട്. ഞാൻ സോസസ് ഒന്നും എടുക്കുന്നില്ല, ഇത് മാത്രമായിട്ട് ഒന്ന് നോക്കട്ടെ. ജസ്റ്റ് പ്യോർ ബീഫ്, ബീഫി ഗുഡ്നെസ്സും മാഷ് പൊട്ടേറ്റോ ഇറ്റ്സ് ബട്ടറി. പക്ഷേ ഇത് മീഡിയം സൈസ് ഓർഡർ ചെയ്താൽ 3 പേർക്ക് കഴിയാം കേട്ടോ, അത്രയും അധികം ക്വാണ്ടിറ്റി ഉണ്ട്. ഇത് ബീഫ് വലിച്ചു വരുന്നത് നോക്ക്. ആസ് യൂഷ്വൽ കഴിഞ്ഞ ഇവിടുത്തെ പോലെ തന്നെ ഫുഡ് ഇവിടുത്തെ അടിപൊളിയായിരുന്നു. പക്ഷെ സർവീസ് ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. ദേ ആർ ഓവർവെൽംഡ്. അവർക്ക് സ്ലോ ആണ് സർവീസ്, അറ്റൻറ്റീവും അല്ല. അത് തന്നെ, അതിന്റെ പ്രശ്നമാണ്. നമ്മൾ അതാണ്, ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. അവർ അണ്ടർ സ്റ്റാഫ്ഡാ. അതൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഇത് കുറേയും കൂടെ പൊട്ടൻഷ്യൽ ഉണ്ട്. അതിന് ഇവിടുന്ന് അടുത്താണ് നമ്മുടെ വൈറൽ ഡെസേർട്ട് സ്പോട്ട്. അവിടെ പ്രിയ ഇന്നൊരു പുളി പൊളിക്കുന്നേ പോകുന്നുണ്ട് നടന്ന് ദഹിക്കാനായിട്ട്. ഇവിടെ ഞങ്ങൾ നടന്നാ പോകുന്നത് കേട്ടാ. ഇപ്പൊ പറയരുത്, ഇപ്പൊ ഞങ്ങളത് റിവീൽ ചെയ്യുന്നതായിരിക്കില്ല. ഞങ്ങൾ ഉച്ചയ്ക്കും വന്നു, ഇപ്പൊ രാത്രിയും തിരക്ക്. ഉച്ചയ്ക്ക് കയറിയില്ല, പക്ഷെ ഫുൾ ടൈം തിരക്ക്. 10 മണിയായിട്ടും തിരക്കൊക്കെ. ഇവിടെ ബുട്ടീക്സ് പോലും അടച്ചിട്ടില്ല രാത്രിയായിട്ട്. കാലിക്കട്ടില്ല, നൈറ്റ് വൈബ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലിക്കട്ടായിട്ടാ. ഷോപ്പിംഗ്, ഫുഡും ബീച്ചും എല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട വല്ല ഉണ്ടോയെന്ന് നോക്കട്ടെ. ഒറ്റയൊരു ഡിസേർട്ടേ ഉള്ളൂ, ബാക്കി എല്ലാം കഴിഞ്ഞു. മാംഗോ ബേസ്ഡ് ഒക്കെ. കാലിക്കട്ട് ഫുഡ് പ്രശ്നമാണ് കേട്ടോ. നമുക്ക് വന്ന സമയം നല്ലല്ലാത്തുണ്ടാവും. അല്ല, ഇതൊക്കെ നേരത്തെ വിളിച്ച് ഓർഡർ ചെയ്യണം ഇവിടെ എല്ലാം, അല്ലെങ്കിൽ കഴിഞ്ഞു പോകും. അതാ
അപ്പോൾ ഹാപ്പി വാലന്റൈൻസ് ഡേ വൺസ് മോർ. ഒരു സ്വീറ്റ് എൻഡിങ് ആവട്ടെ ഈ ഒരു സ്വീറ്റ് വാലന്റൈൻസ് ഡേക്ക്. ഇത് ഇവരുടെ ഒരു ചോക്ലേറ്റ് ഡിസേർട്ടാണ്, ഒരു സംഭവമാണിത്. ഇതിലിപ്പോൾ ഒഴിക്കും, നോക്കിക്കോ, ഒഴിച്ചോ. ആ അതെ, എല്ലാവരും നമ്മുടെ ഉദ്ദേശം കഴിക്കാനായിട്ട്, പക്ഷെ ഇപ്പോൾ ഇതേ ഉള്ളൂ ഇവിടെ. ഇത് ചോക്ലേറ്റ് ആയതുകൊണ്ട് നോ പ്രോബ്ലം. ഇത് ചോക്ലേറ്റ് കുനാഫ ആൻഡ് അകത്ത് എനിക്കൊന്ന് ഐസ്ക്രീമും ഉണ്ടെന്ന് തോന്നുന്നു. ഇതിനെക്കാട്ടിൽ എന്താണ് വേണ്ട ഒരു സ്വീറ്റ് എൻഡിങ്? ഇതേ പൊളിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നുണ്ട്. ആഹാ, അത് സോസും അകത്ത് ബ്രൗണിയൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, ബ്രേക്ക് പറ്റില്ല അല്ലേ? ഭയങ്കര മധുരം. ഞങ്ങൾക്ക് പറ്റിയ സാധനം. അപ്പം ഞാനും പ്രിൻസും ചോക്ലേറ്റിന് മധുരം വന്ന ഒരു കുഴപ്പമില്ല ഞങ്ങൾക്ക്. ഇതിൽ പിസ്താഷ്യോ, ചോക്ലേറ്റ്, ഐസ്ക്രീം എല്ലാം കൂടെ, ബ്രൗണി എല്ലാം കൂടെ വന്നിങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ടാണ് കഴിക്കേണ്ടത്. ഓ, എല്ലാം പിസ്ത ഫ്ലേവർ, കുനാഫയുടെ ക്രിസ്പിനെസ്, ചോക്ലേറ്റിൻ്റെ ക്രീമിനെസ്, വനില ഐസ്ക്രീമിൻ്റെ ആ ഒരു എന്താ പറയുക ആഫ്റ്റർ ടേസ്റ്റ് സംഭവം തന്നെ. ഓ, ക്രീം ബ്രൂലയുടെ ഷൈൻ തന്നെ നോക്ക്, എന്ത് രസം. ഒന്ന് തട്ടിക്കേ പൊട്ടുമോ നോക്കട്ടെ, മുകളിൽ തട്ടിയാൽ പൊട്ടുമോ നോക്കട്ടെ. നല്ല കാരമലൈസ്ഡ് ആണ്, അതിനകത്ത് നല്ല ക്രീമി ആയിരിക്കും. എന്ത് തിന്നാൻ നോക്കത്, ബ്യൂട്ടിഫുൾ ലുക്കിംഗ്. വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ലുക്കിംഗ് പേഴ്സൺ ഓൺ വാലന്റൈൻസ് ഡേ ആയത്. ഈ വാലന്റൈൻസ് ഡേക്ക് ഇത്രയും ഒരു സുന്ദരി ഞാൻ വേറെ ഇന്ന് കണ്ടിട്ടില്ല കാലിക്കട്ടിൽ. പോരാ, സെക്കൻഡ് സ്പോട്ടായി. പക്ഷെ ഇപ്പൊ ടേസ്റ്റ് ഒന്നും കിട്ടില്ല. ഇത് ഫുൾ മധുരം അടിച്ച് കയറ്റിട്ട്. എന്താ കിട്ടിയോ? ഹാപ്പി വാലന്റൈൻസ് ഡേ ആയിരുന്നോ? അത് മതി, കാലിക്കട്ട് വന്നാ മതി. അതെ, ചെലവും കുറവാ, ആസ്വദിക്കുന്നത് കൂടുതലാണ്. അതെ. ഓക്കെ ഗൈസ്, സോ അങ്ങനെ നല്ലൊരു അടിപൊളി വാലന്റൈൻസ് ഡേ ആണ്. കാലിക്കട്ടിലെ വ്ളോഗിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യം കൂടെ പറയാനുണ്ടെന്ന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ വ്ളോഗ് ഷൂട്ടിന് മുമ്പ് ഇന്നലെ വന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ അന്ന് സ്റ്റാർബക്സിൽ പോയായിരുന്നു. അന്ന് പാരഗണിലും പോയി സ്റ്റാർബക്സിലും പോയി. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബീച്ചിൽ നടന്നു കഴിഞ്ഞ് തിരിച്ച് കാറി വന്ന് റൂമിൽ വന്നപ്പോഴേക്കും പേഴ്സ് കാണാനില്ല. അപ്പോൾ എനിക്ക് പാരഗണിൽ ഞാൻ പേ ചെയ്തു എന്ന് എനിക്ക് ഓർമ്മയുണ്ട്, കാർഡ് വെച്ച്. അതിൻ്റെ മെസ്സേജ് ഫോണിൽ കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് സ്റ്റാർബക്സിൽ പോയതാണോ അതോ ബീച്ചിൽ പോയതാണോ എന്നല്ല. അപ്പോൾ ഞാൻ പ്രിയക്കാണ് എന്നെക്കാട്ടി കൂടുതൽ ടെൻഷൻ. എനിക്ക് ആ പേഴ്സ് ഭയങ്കര വാല്യൂബിൾ, കാരണം ആ ഒരു ലക്കി പേഴ്സ് പോലെയാണ്. അതിൻ്റെ അത് കുറച്ച് പൈസയും പിന്നെ എൻ്റെ കാർഡ്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പ്രിയനോട് പറഞ്ഞു, പ്രിയ കാലിക്കട്ടാണ്. ഞാൻ വെറുതെ ഒരു ഡയലോഗ് ഇറക്കിയതാണ്, കാലിക്കട്ടാണ്, മിക്കവാറും അത് അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് കിട്ടുന്നു. അങ്ങനെ ഞങ്ങൾ കാറിനകത്തൊക്കെ തപ്പി, അതൊന്നും കിട്ടാതെ നേരെ സ്റ്റാർബക്സിൽ പോയി. പ്രിയയാണ് അകത്തേക്ക് മെയിനായിട്ട് ഓടിക്കയറിയത്. പോയിട്ട് അവരോട് ചോദിച്ചു ഇങ്ങനെ പേഴ്സ് കിട്ടിയോന്ന്. അവരില്ലാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എങ്ങനെയായിരുന്നു ബാക്കി? പിന്നെ അവിടെ പോയി ഞാൻ ആദ്യം ഇരുന്ന സ്ഥലത്ത് ഞാനും പ്രിൻസും കൂടെ തപ്പിയത് പേഴ്സ് കിട്ടിയോന്ന്. ആദ്യം പ്രിൻസ് ഇറങ്ങിപ്പോയി. അപ്പോ ഞാൻ ഇറങ്ങാൻ പോയപ്പോ ദില്ലു വേണ്ട പ്രിൻസ് പോയി നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. നമ്മൾ ഇല്ലല്ലോ, എനിക്കൊരു സമാധാനമില്ല. എന്നിട്ട് ഞാനും ഇറങ്ങിയിട്ട് ഞാൻ അവിടെ പോയി നോക്കിയപ്പോ സെക്യൂരിറ്റി സ്റ്റാഫിനോട് ചോദിച്ചു പേഴ്സ് ഉണ്ടോന്ന്. അപ്പൊ അവര് പറഞ്ഞു ഇന്നൊന്നും കിട്ടിയില്ലല്ലോ മാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോയി ഇരിക്കുന്ന സ്ഥലത്ത് തപ്പാന്ന് പറഞ്ഞാൽ ഇരുന്ന സ്ഥലത്ത് തപ്പിയപ്പോഴും ഒന്നുമില്ല. ഇതാണ് സ്പെഷ്യൽ കേട്ടോ. സാധാരണ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നമ്മൾ തപ്പും, മാക്സിമം അല്ലെങ്കിൽ സ്റ്റാഫുകൾ ആരെങ്കിലും വന്ന് ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഞങ്ങൾ ഇരുന്ന സ്ഥലത്ത് വേറെ ആൾക്കാർ ഇരിപ്പുണ്ടായിരുന്നു, അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ. അപ്പോൾ ഞാൻ അവരടുത്ത് പറഞ്ഞു, എക്സ്ക്യൂസ് മീ, ഞാൻ ഒന്ന് ഇരിക്കുന്നവരടുത്ത് മാറണ്ടേ, ഞാൻ ഒന്ന് നോക്കിക്കോട്ടെ, എന്ത് പറ്റിയെന്ന് വെച്ചു. ഒന്ന് പേഴ്സ് കാണാനില്ല പറഞ്ഞില്ല. ആ സ്റ്റാർബക്സിലുള്ള എല്ലാ കസ്റ്റമേഴ്സും ഞങ്ങളുടെ കൂടെ ഒന്ന് തപ്പുക മൊത്തം. ഞാൻ ഷോക്കായി പോയി. എനിക്ക് തോന്നുന്നു ഇത് നമ്മളെ ഏറ്റവും കേർട്ടസി ആയിട്ട് പറയുന്നത് ജപ്പാനിൽ പോലും ഈ ഒരു കൾച്ചർ ചിലപ്പോൾ കാണില്ല. കേരളത്തിൽ ഞാൻ എന്തായാലും കണ്ടിട്ടില്ല. ഇന്ത്യയിലോ തായ്ലൻഡ് എവിടെയെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ എവ്രി വൺ, സ്റ്റാഫ് അല്ലാതെ കസ്റ്റമേഴ്സ് അല്ലാതെ എല്ലാരും വന്ന് സോഫ മാറ്റി ഞാൻ കാറിലിരുന്ന് കാണുന്നുണ്ട്. എല്ലാ കസ്റ്റമേഴ്സും നമ്മളെ ഹെൽപ്പ് ചെയ്യാ. എന്നിട്ട് ഞാൻ വിചാരിച്ചു കിട്ടില്ലാന്ന്. പക്ഷെ ലാസ്റ്റ് ഒരു കസ്റ്റമർ അടിയിൽ സോഫയുടെ ഇടയെന്ന് എടുത്ത് ഇതാണോ പേഴ്സൺ ചോദിച്ചു.
ദൈവമേ, എന്നിട്ട് അവർക്കും സമാധാനമായി പേഴ്സ് കിട്ടിയെന്നറിയാം. അതാണ് ഞാൻ പറഞ്ഞത്, കാലിക്കട്ട് എനിക്ക് ഏറ്റവും വലിയ ഒരു വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ആണ് തന്നിരിക്കുന്നത്. സോ അവർ എന്താ പറയുന്നത്, ഇത് ഇത്തവണ ശരിക്കും രാഹത്തായിട്ടാണ് ഞങ്ങൾ കാലിക്കട്ടിൽ നിന്ന് പോകുന്നത്. അപ്പോൾ കാലിക്കറ്റ് പീപ്പിളും അതാട്ടോ ഭയങ്കര അടിപൊളിയായിരുന്നു. സോ എന്തായാലും ഒരു ഹാപ്പി വാലന്റൈൻസ് ഡേ ടു എവരിവൺ. പിന്നെ അഗാരോന്റെ കാര്യം മറക്കണ്ട, എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ അടുത്ത വ്ളോഗിൽ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ. Okay.